സാഹിത്യരംഗത്തെ യുവപ്രതിഭകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേരള സാഹിത്യ അക്കാദമി എഴുത്തുവിളക്ക് എന്ന പേരിൽ സാഹിത്യ ശില്പശാല സംഘടിപ്പിച്ചു. കുന്നമംഗലം PWD റെസ്റ്റ് ഹൌസിലെ കോവിലൻ നഗറിൽ നടന്ന ക്യാമ്പിൽ 30ഓളം യുവ എഴുത്തുകാർ പങ്കെടുത്തു. ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ കടന്നുകയറ്റത്തിലും അധിനിവേശത്തിനിടയിലും എഴുത്തു മരിക്കുന്നില്ലെന്ന സത്യം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരള സാഹിത്യ അക്കാദമി കുന്നമംഗലം PWD റെസ്റ്റ് ഹൌസിൽ സംഘടിപ്പിച്ച സാഹിത്യ ക്യാമ്പ് സമാപിച്ചത്. സുഖകരമല്ലാത്ത സമകാലീന ജീവിതത്തിനിടയിൽ നിന്നും പ്രവചനത്തിന്റെ ആൾക്കണ്ണുകൊണ്ട് എഴുത്തുകാർ പറഞ്ഞുവെക്കുന്ന സത്യങ്ങൾ ജീവിതത്തിന്റെ അതിരുകളിൽ നിന്നും ലഭിക്കുന്ന അപായത്തിന്റെ സിഗ്നലുകളാവുന്നത് പലപ്പോഴും സ്വാഭാവികം. എഴുത്തിന്റെ വഴികൾ തരംതിരിക്കപ്പെടുമ്പോഴും നന്മയുടെ ഭാഗത്തു തന്നെയാണ് എഴുത്തുകാരൻ എന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ പ്രസ്താവിക്കപ്പെടുന്നത്. ക്യാമ്പിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് ക്യാമ്പ് ഡയറക്ടർ പ്രൊഫസർ കടത്തനാട് നാരായണൻ പറഞ്ഞു. ഈ ക്യാമ്പ് ഡയറക്ടർ എന്ന നിലക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വളരെ കഴിവുള്ള കുട്ടികൾ പുതിയ തലമുറയിലുണ്ടെന്നുള്ളതാണ്. അവരെ കുറെ സമയം വായിക്കാനും എഴുതാനും പ്രേരിപ്പിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തലമുറയിലെ പ്രതിഭാധനരായ എഴുത്തുകാരോടൊപ്പം നിൽക്കത്തക്ക രീതിയിൽ അവർക്ക് രചനകൾ സൃഷ്ടിക്കാൻ സാധിക്കും. നിതാന്തമായ ഏകാഗ്രതയിൽ എഴുത്തിന്റെ പുത്തൻ മേച്ചിൽപ്പുറങ്ങൾ താണ്ടുമ്പോൾ സമാന ചിന്താഗതിക്കാരുമായുള്ള ഒത്തുചേരൽ പലർക്കും ആഹ്ലാദത്തിന്റെ നറുമലകൾ സമ്മാനിച്ചു. എഴുത്തിന്റെ ഗൌരവം യുവ എഴുത്തുകാർക്ക് സായത്തമാണെന്നതിന്റെ തെളിവാണ് ഈ വാക്കുകൾ. ആരൊക്കെയാണ് പുതിയ എഴുത്തുകാർ, എഴുത്തിലെ പുതിയ സംഭവങ്ങൾ എന്താണെന്നും ആരും അറിയുന്നില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ എത്ര പേര് ഒരു കവിത വായിക്കും, ഒരു പുതിയ വാക്ക് കേട്ടാൽ എത്ര പേര് ശ്രദ്ധിക്കും, അങ്ങനെ ഒരു ചർച്ചയാണത്. കേരള സാഹിത്യ അക്കാദമി എന്നൊരു സിസ്റ്റം അതിവിടെ ഉണ്ടായിട്ട് കൂടി ഇങ്ങനെയൊരു അവസ്ഥ ഇത്ര കാലം നിലനിന്നില്ല. വ്യക്തമായ ദിശാബോധത്തോടെ സമൂഹത്തിന്റെ നന്മകൾക്കുമീതെയുള്ള മേച്ചിൽപ്പുറങ്ങളിൽ വിഹരിക്കുമ്പോൾ അവചാരിതമായി എത്തുന്ന രസക്കേടുകൾക്കു നേരെ വാക്ചരങ്ങൾ കൊണ്ട് പ്രതിരോധം സൃഷ്ടിക്കാനും പലരും ആർജവം കാണിക്കുന്നത് നന്മയുടെ തുരുത്തുകൾ ബാക്കിയുണ്ടെന്ന ചിന്തയെ ജ്വലിപ്പിക്കുന്നു. ഇവിടെ വന്ന് ആദ്യം ഒരു ഗ്ലൂമി അന്തരീക്ഷമായി തോന്നിയാലും പിന്നെ പതുക്കെ ശരിയായി വരുന്നുണ്ട്. ഇന്നലെ തന്നെ കവിതാ ക്യാമ്പാണ്, പക്ഷെ നാടകത്തിന്റെ ഇപ്പൊ സുരേഷ് ബാബു, ചെലവൂർ വിജയൻ അവരൊക്കെ വന്നിരുന്നു. അങ്ങനെ അത് ഒന്നും കൂടി ഊർജം കിട്ടുന്നുണ്ട് ഇവിടെ. പി വത്സല, പുരുഷൻ കടലുണ്ടി, TM ചന്ദ്രശേഖരൻ, സജീഷ് നാരായണൻ, അശോകൻ ചെരുവിൽ, PP ശ്രീധരനുണ്ണി, T സുരേഷ് ബാബു, വിജയൻ കാരന്തൂർ, KS വെങ്കിടാചലം, KP രാമനുണ്ണി, കോയ മാസ്റ്റർ തുടങ്ങിയവർ സാഹിത്യ ക്യാമ്പിൽ പങ്കെടുത്തു. അശാന്തികൾ പെരുകുന്ന സമകാലീന ജീവിതത്തിൽ പച്ചയായ ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ചകൾ, സ്വപ്നങ്ങൾ, വിഹ്വലതകൾ ഇനിയുമേറെ ഉണ്ടാവട്ടെ. ലാൽ കുന്നമംഗലം, സ്പൈർനെറ്റ് ന്യൂസ്.